സഹായം കിട്ടും, അത് ഭൗതിക സഹായമാണ്, അഭൗതികല്ല, അതിൽ ശിർക്കില്ല എന്ന് പറഞ്ഞ ആ കോഡ് ഭാഷ പറഞ്ഞ അവർക്ക് അതിന്റെ ആ ഭൗതിക സഹായം കിട്ടും, അത് ഭൗതിക സഹായമാണ്, അഭൗതികല്ല, അതിൽ ശിർക്കില്ല. അപ്പൊ ഇതാണ് വാദം. കേട്ടല്ലോ, എന്താണ്? ജിന്ന് ഭൗതികമാണ്, അഭൗതികമല്ല. അതുകൊണ്ട് ജിന്നിനോടുള്ള ഭൗതികമായ ചോദ്യം ചോദിച്ചാൽ എന്ത് കിട്ടും? സഹായം കിട്ടും. ഇനിയോ അതേ പ്രസംഗത്തിൽ തന്നെ, ഇതൊക്കെ കാസർഗോഡ് നടന്ന ഹദീസ് സെമിനാറിലാട്ടോ. ഞാൻ ഇതിപ്പോ കാണിക്കണം കാര്യങ്ങള്. പ്രസ്ഥാനത്ത് നിന്ന് എന്തിനെ നീക്കിയെന്ന് ചോദിക്കണില്ല ചില ആൾക്കാർ. ഇതിനെന്നെ നീക്കിയത് വേറൊന്നിനുമല്ല, മനസ്സിലായില്ലേ? ഇതിന്റെ ഭാഗമായിട്ട് ഇനി അടുത്തതൊന്നുകൂടി പറഞ്ഞേക്കോ നിങ്ങള്. മുനീർ ചേറുന്ന മറ്റൊരു ചോദ്യം, മനുഷ്യർക്കിടയിൽ തന്നെ ജീവിക്കുന്ന സൃഷ്ടികളാണല്ലോ ജിന്നുകൾ. അങ്ങനെ ഹദീസ് കൊണ്ട് ഖുർആനിൽ കിട്ടിയതാണ് മനുഷ്യർക്കിടയിൽ ജിന്നുണ്ട്. ഇനിയിപ്പോ അതിന് അത് ഊഹാണോ മറ്റൊന്നും ചോദിക്കണ്ട, ഹദീസ് കൊണ്ട് ഖുർആൻ തെളിഞ്ഞില്ല. ഇവരോട് സഹായം തേടൽ അഭൗതിക മാർഗത്തിലല്ലാണോ അല്ല എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. എന്നാൽ ഉമർ മൗലവി ഫാത്തിഹയുടെ തീരത്തിൽ പറഞ്ഞ അദൃശ്യ സൃഷ്ടികളായ ജിന്നിന്റെയും ശൈത്താന്റെയും അദൃശ്യമായുള്ള സഹായം തേടൽ അതിലുള്ളത് കൊണ്ടാണ് അത് ശിർക്കായത്. ഏതിലുള്ളത് കൊണ്ടാണ് ഏത് ശിർക്കായത്? ഇതിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അതാണ് പേര് 54 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിന്നിനോട് സഹായം തേടൽ അദൃശ്യമായ രീതിയിലാണെന്ന് വന്നില്ലേ? യഥാർത്ഥത്തിൽ ജിന്നിനോട് സഹായം തേടാമെന്ന് ആരോട് പറയുന്നില്ല. ഞാൻ എന്ത് പറയില്ല, ജിന്നിനോട് സഹായം തേടാം എന്നാരും ഇവിടെ പറയണില്ല. തേടാം എന്ന അഭിപ്രായമില്ല. പിന്നെന്താ അഭിപ്രായം? അതിനാ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ ഏതെങ്കിലും ജിന്നിനോട് എന്തെങ്കിലും ഭൗതിക കാര്യം സഹായം തേടിയിട്ടില്ല, അങ്ങനെ ഒരു ഏർപ്പാടും ഇല്ല. ഈ ഹദീസിൽ പറഞ്ഞ ആ വിഷയം ആ വാക്ക് മാത്രം പറഞ്ഞാൽ അള്ളാഹു അവിടെ മലക്കുകളെയോ ജിന്നുകളെയോ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ വാക്ക് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവുമെങ്കിൽ അവരവിടെയുള്ള ആളുകൾക്ക് അവരെ കയ്യിൽപ്പെട്ട സഹായം ചെയ്തെന്ന് വിശ്വസിച്ചാൽ ശിർക്ക് വരൂല. ഈ ഹദീസിൽ പറഞ്ഞ ആ വിഷയം ആ വാക്ക് മാത്രം പറഞ്ഞാൽ അള്ളാഹു അവിടെ മലക്കുകളെയോ ജിന്നുകളെയോ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അഥവാ ഹാദിറാണെങ്കിൽ, എന്താണ് അവിടെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അവിടെ ഹാദിറാണെങ്കിൽ ഈ വാക്ക് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവുമെങ്കിൽ, ഖാദിറാണെങ്കിൽ അവരവിടെയുള്ള ആളുകൾക്ക് അവരെ കയ്യിൽപ്പെട്ട സഹായം ചെയ്തെന്ന് വിശ്വസിച്ചാൽ ശിർക്ക് വരൂല. ഈ ഹദീസിൽ പറഞ്ഞ ആ വിഷയം ആ വാക്ക്. ഇതാണ് സക്കരിയ സ്വലാഹിയുടെ വിശ്വാസം. 3 കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഒന്ന്, ജിന്നിനെ വിളിക്കാനുള്ള ഒരു കോഡ് ഭാഷ. ഏതാണ് ആ കോഡ് ഭാഷ? യാ ഇബാദല്ലാ. സമസ്തക്കാരന് കോഡ് ഭാഷ ഉണ്ട്, അതും കൂടി കേട്ടോളി. തങ്ങളെ 1000 പ്രാവശ്യം വിളിച്ചാൽ മുറാദ് ഹാസിലാകുമോ? എന്നെ 1000 തവണ വിളിച്ചാൽ മെനക്കെട്ട് വിളിക്കാൻ തയ്യാറായാൽ ഞാന് അവനെ സഹായിക്കും. അത് മൊയ്തീൻ ഷേഖിന്റെ വെബ്സൈറ്റാ. അത് 1000 തവണ www അങ്ങനെ ഒരുപാട് ഡബ്ല്യൂലേ. അത് മൊയ്തീൻ ഷേഖിന്റെ വെബ്സൈറ്റാ. ഏത് 1000 പ്രാവശ്യം യാ ഗൗസ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുന്നത് മൊയ്തീൻ ഷേഖിന്റെ വെബ്സൈറ്റ് ആണ്. ഇവിടെ പുതിയ വാഴക്കാരുടെ പിന്നെ കോഡ് ഭാഷ ഏതാ? യാ ഇബാദല്ലാ. യാ ഇബാദല്ലാ എന്ന കോഡ് ഭാഷ ഉപയോഗിച്ചാൽ അവിടെ എന്ത് ചെയ്യും? അല്ലാഹു തആല അവിടെ ജിന്നുകളെയോ മലക്കുകളെയോ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കത് കേൾക്കാമെങ്കിൽ അവർ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ അതെന്തല്ല? ശിർക്കല്ല. ഇതാണ് പ്രശ്നം. ഇപ്പൊ സക്കരിയ സ്വലാഹിക്ക് ആ വാദം ഉണ്ടോ അല്ലേ? പ്രാർത്ഥിക്കാൻ ഉപരി പറയുന്നില്ല. ദുആ ചെയ്യാ എന്ന് സമസ്തക്കാരൻ പറയാത്തതുപോലെ, ഇസ്തിഗാസ എന്ന് അവർ പറയുന്നത് പോലെ പ്രാർത്ഥിക്കുക എന്ന് സക്കരിയ സ്വലാഹി പറയുന്നില്ല. സഹായം ചോദിക്കുക എന്നാണ് പറയുന്നത്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുക എന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാലും ഇസ്തിഗാസ എന്ന് പറഞ്ഞാലും ദുആ എന്ന് പറഞ്ഞാലും ചോദ്യം കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താണോ? അതെന്താണ്? പ്രാർത്ഥനയാണ്. അത് അല്ലാഹ് എല്ലാത്തോലും നടത്തിയാൽ എന്തായി? ശിർക്കുമായി. ഇത് ഇപ്പൊ നേരത്തെ മൂപ്പര് കോഡ് ഭാഷ പറഞ്ഞത് എവിടുന്ന് ചോദിക്കാനാ? മരുഭൂമിന്ന് ചോദിക്കാനാ അല്ലേ? ഇതിങ്ങനെ പോയി എവിടെ എത്തിയ നിങ്ങള്? ഇങ്ങനെ ജിന്നിനോട് ചോദിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ, പിന്നെ ചില ആളുകളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചു, ജിന്ന് അവിടെ ഹാദിറാണെന്നില്ല, എന്താ തെളിവ്? അതിന് തെളിവ് വേണ്ടേ? ഹയ്യാണ് ഏതിന് എന്താ തെളിവ്? ഖാദിറാന്നില്ല എന്താ തെളിവ്? അതിനൊക്കെ തെളിവ് കൊണ്ടുവന്ന ഏതിനാ നിങ്ങള്? മൊയ്തീൻ ഷേഖിനോട് സഹായം ചോദിക്കാൻ സമസ്തക്കാർ കൊണ്ടുവരുന്ന ഒരുപാട് തെളിവുണ്ട്.